ഹിമാലയൻ സംസ്ഥാനങ്ങളിലും രാഗി ശക്തമായ മഴ തുടരുകയാണ്. ആ മഴയിൽ ഇപ്പോൾ കനത്ത നാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴയെ തുടർന്ന് 120 റോഡുകളാണ് അടച്ചത്. പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ജമ്മു കശ്മീരിലെ ദോഡയിൽ മിന്നൽ പ്രളയം. ഉത്തരാഖണ്ഡ്, ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ആദർശ് ചേരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ആദർശ്, ഗുഡ് മോർണിംഗ് പറയാൻ കഴിയുന്നൊരു സാഹചര്യമല്ല, കാരണം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മിന്നൽ പ്രളയം തുടരുന്നു. ഒപ്പം 120 റോഡുകൾ അടച്ചു. മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ഈ ഹിമാലയൻ പ്രദേശങ്ങളിലെ സാഹചര്യം? എന്തൊക്കെ മുന്നറിയിപ്പും ആണ് നൽകുന്നത്? ഒപ്പം ഈ എത്ര രൂപയുടെ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്? ആദർശ്. അശ്വതി, രാഖി, ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ മഴ കനത്ത നാശം തന്നെയാണ് വിതച്ചിട്ടുള്ളത്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദോഡയിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആരും അപകടത്തിൽപ്പെട്ടതായിട്ടുള്ള വിവരമൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഉത്തരാഖണ്ഡിൽ ദേശീയപാതകൾ അടക്കമുള്ള 120 റോഡുകളാണ് അടച്ചിരിക്കുന്നത്. കനത്ത മണ്ണിടിച്ചിലിനെ തുടർന്നാണ് പല റോഡുകളും അടച്ചത്. നേരത്തെ തന്നെ മഴ ശക്തി പ്രാപിച്ചപ്പോൾ തന്നെ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പ് പലരും വകവയ്ക്കാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും മറ്റും യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, യമുനോത്രി തീർത്ഥാടകരെ 100 പേരെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തീർത്ഥാടന പാതയിലൊക്കെ തന്നെ വലിയ ജാഗ്രതയാണ് ഈ ജില്ലാ ഭരണകൂടങ്ങളും മറ്റും പുലർത്തുന്നത്. ഈ ജില്ലാ ഭരണകൂടങ്ങളും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഈ തീർത്ഥാടക പാതയിലും വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാര മേഖലകളിലുമൊക്കെ കനത്ത നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നദീതീരങ്ങളിലേക്ക് ജനങ്ങൾ യാത്ര ചെയ്യരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം പല ജില്ലാ ഭരണകൂടവും നൽകിയിട്ടുണ്ട്. കാരണം ഉത്തരാഖണ്ഡിലും മറ്റും നദികളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഹിമാചൽ പ്രദേശിലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഈ കനത്ത മഴയെ തുടർന്ന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഈ നാശനഷ്ടം സംബന്ധിച്ചുള്ള പ്രാഥമിക കണക്കെടുപ്പ് മാത്രമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടത്തുന്നത്. അതേസമയം ഈ സംസ്ഥാനങ്ങൾക്ക് എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ശരി ആദർശ്, എന്തായാലും ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ് എന്നുള്ളതാണ് ആദർശ് TS റിപ്പോർട്ട് ചെയ്തത്.